നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വരുന്നതിന്റെ സൂചനകൾ കാണിച്ചുകൊണ്ട് ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വീണ്ടും വൈകിപ്പിച്ചുകൊണ്ട് നടപടിയെടുക്കാനുള്ള സമയപരിധി ഏപ്രിൽ 6 വരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീട്ടിയിരുന്നു. ഇതിനിടയിലാണ് ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം വീണ്ടും നടത്തിയിരിക്കുന്നത്. ഇറാനുമായി നിലവിൽ നല്ല രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ ഈ ആക്രമണം നടന്നത് എന്നതാണ് ശ്രദ്ധേയം. മധ്യ ഇറാനിലെ ഹൊഡാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിലാണ് ഇസ്രയേൽ ബോംബിട്ടത്. ആളപായമോ ആണവ വികിരണ ഭീഷണിയോ ഇല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ പ്ലാന്റ് എന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് ഈ ആക്രമണത്തെ ഇസ്രയേൽ പ്രതിരോധ സേന വിശദീകരിച്ചിരിക്കുന്നത്. ആണവ കേന്ദ്രത്തിൽ നിലവിൽ ആണവ വികിരണമോ ഭീഷണിയോ ആളപായമോ ഇല്ല എന്നാണ് ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ പ്രാഥമിക നിഗമനം. നേരത്തെ ജൂൺ മാസത്തിലും അറാഖിലെ പ്ലാന്റിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ തിരിച്ചടിയായി US-ന്റെയും ഇസ്രയേലിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ പക്ഷ രാജ്യങ്ങൾ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചുള്ള കപ്പലുകളിലോ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്ന് ഇറാൻ സേന വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു കപ്പലുകൾക്ക് ഇറാൻ സേന വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ അനുമതിയോടെ മാത്രമേ കടത്തിവിടുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടന്നു എന്നാണ് റിപ്പോർട്ട്. കപ്പലുകളിൽ നിന്നും പണം ഈടാക്കി എന്ന ആക്ഷേപവും നിരവധി ഉയരുന്നുണ്ട്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രം കപ്പലുകൾ കടത്തിവിടുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയതായാണ് ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമുദ്ര ഗതാഗത അതോറിറ്റിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത്. കപ്പൽ സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള മുൻകരുതൽ നടപടി കൂടിയാണ് ഇതെന്നാണ് അവരുടെ വിശദീകരണം. ഇതിനായി ചരക്കു കപ്പലുകൾ ഇറാന്റെ സമുദ്ര മേഖലയിൽ പ്രവേശിച്ച് സേനയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഹോർമുസ് കടലിടുക്കിലേക്ക് തിരിയേണ്ടി വരുന്നത്. ടോൾ ബൂത്തിന് തുല്യമായ സമ്പ്രദായം കൂടിയാണ് ഇത്. ഇറാനുമായുള്ള യുദ്ധത്തിനായി ഇതുവരെ 850 ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ US സൈന്യം ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വന്നതിൽ പെന്റഗണെ തന്നെ ആശങ്ക ഉണ്ടാക്കി എന്നാണ് US മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആയുധങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചും കൂടുതൽ ആയുധങ്ങൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെ നിർമ്മിക്കും എന്നതിനെ കുറിച്ചും ചർച്ച നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും വൈറ്റ് ഹൌസും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഉക്രൈനും സൗദിയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നത്. റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിക്കുന്ന ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധിച്ച് പരിചയമുള്ള വിദഗ്ധർ പശ്ചിമേഷ്യയിലും ഗൾഫ് രാജ്യങ്ങളെയും ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് സമൂഹ മാധ്യമമായ എക്സിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. US-ഉം ഇസ്രയേലും ചേർന്ന് നിയമവിരുദ്ധമായ യുദ്ധം തുടരുകയാണ് എന്നും അതിന്റെ ഗുരുതരമായ മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങൾ ഇറാൻ അനുഭവിക്കുകയാണ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ, ചൈന, ക്യൂബ എന്നിവർ ചേർന്ന് വിളിച്ചു ചേർത്ത ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് വെർച്വലായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിൽ പെൺകുട്ടികളുടെ സ്കൂളായ ഷാജറെ തൈബയിൽ നടന്ന ആക്രമണം ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണങ്ങളിൽ ഒന്നായി എടുത്തു പറയുന്നുണ്ട്. 175-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും കൊല്ലപ്പെട്ട ഈ സംഭവം യുദ്ധക്കുറ്റവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ ഉടൻ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര ഗതാഗതം 90% കുറഞ്ഞു. മാർച്ച് 1 ശേഷം എണ്ണ ടാങ്കറുകളും ചരക്കു കപ്പലുകളും അടക്കം 150 കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നതെന്നും കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ലോയിഡ്സ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഗാർഖ് ദ്വീപിലെ ടെർമിനലിൽ നിന്നുമുള്ള ഇറാന്റെ ക്രൂയിഡ് കയറ്റുമതി തടസ്സമില്ലാതെ യുദ്ധകാലത്തും തുടരുകയാണ്. ഇറാനെതിരെയുള്ള പാശ്ചാത്യ ഉപരോധം വകവയ്ക്കാതെ ചൈനയിലെ റിഫൈനറികളിലേക്കാണ് ഇതിലേറെയും പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ കടത്തിവിട്ട പല കപ്പലുകൾക്കും ഫീസ് ചുമത്തിയെന്നാണ് ലോയിഡ്സിന്റെ വിശദീകരണം. നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലമായി ചില കപ്പലുകൾ കടന്നുപോയി. ഇന്ത്യയിലേക്ക് 2 LPG കപ്പലുകൾ കടന്നുപോയത് ഇങ്ങനെയാണ്. ടോൾ ബൂത്ത് സംവിധാനം സ്ഥിരമാക്കാനാണ് ഇറാൻ നീക്കമെന്നും ഇത് രാജ്യാന്തര നിയമലംഘനമാണ് എന്നാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. കപ്പലുകൾക്ക് ഫീ ചുമത്തുന്നുള്ള നിയമനിർമ്മാണം പുരോഗമിക്കുന്നതായാണ് കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട്.